81 സങ്കീർത്തനത്തിൻ്റെ 1 തിരുവചനം പറയുന്നു, നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ, യാക്കോവിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പിടുവിൻ. വചനം ശ്രദ്ധിക്കണമേ, നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ, യാക്കോവിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിക്കുവാനുള്ള സമയത്ത് നാം കടന്നു വരികയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഈ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകനായ ജെയിൻ ദേവസ്യയാണ്. ജെയിനോട് ചേർന്ന് നല്ലവനായ ദൈവത്തെ പാടി ആരാധിച്ച് അവിടുത്തെ മഹത്വം നമുക്ക് സ്വീകരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വരുന്ന കുറച്ച് സമയങ്ങളിൽ നമുക്ക് വീണ്ടും സർവ്വം മറന്ന് ഈശോയെ ആരാധിക്കാം, ഈശോയ്ക്ക് നന്ദി പറയാം, അവിടുത്തെ നാമത്തെ പുകഴ്ത്താം. കാരണം നാം അതിന് ബാധ്യസ്ഥരാണ്. കർത്താവ് കരം പിടിച്ച് നടത്തിയ അനുഭവമില്ലാത്ത ഒരു വ്യക്തിയും ഇവിടെ ഇപ്പോൾ ഇരിപ്പുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകം പോലെ ഒന്ന് വായിക്കാം. പെട്ടെന്ന് നമ്മളുടെ കുടുംബം, കുടുംബാംഗങ്ങൾ, നമ്മൾ വന്ന സാഹചര്യം, ഞാനിപ്പോൾ ആരാണ്, എനിക്ക് ഓർമ്മയുള്ള എൻ്റെ ബാല്യം, ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള എൻ്റെ ജീവിതയാത്രകളിൽ അവൻ എപ്രകാരം എനിക്ക് തുണയായിരുന്നു. അവിടുത്തെ കരത്തിൽ അവൻ എന്നെ ഒന്ന് പിടിച്ചില്ലെങ്കിൽ, എനിക്ക് ആ കരത്തിലൊരു പിടി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്തായി പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സർവശക്തനായ ദൈവത്തെ ആരാധിക്കാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നു. നമുക്കൊന്ന് കണ്ണുകൾ തുറന്ന് നമുക്ക് ഒരുമിച്ചൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് മാത്രം മതി എനിക്ക്. അവിടുന്ന് എന്നെ നടത്തി, അവിടുന്ന് എന്നെ പരിപാലിച്ചു. എൻ്റെ ജീവിതം കൃതജ്ഞതയുടേതാണ്. ഹൃദയം തുറന്ന് നമുക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ദാവീദ് രാജാവ് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പാടിയത്, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗൽ രാജാവ് വലിച്ചെറിഞ്ഞ കുന്തം അവനെ തൊടാതെ മാറിപ്പോയപ്പോൾ, തുടർന്നുള്ള വഴികളിലെല്ലാം തകർച്ചകളിൽ നിന്നെല്ലാം ദൈവം കരം പിടിച്ചുയർത്തിയപ്പോൾ, അവനെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജാവായിട്ട് ഉയർത്തിയപ്പോൾ എല്ലാം ദാവീദ് മഹാരാജാവ് തിരിച്ചറിയുകയായിരുന്നു, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സാധ്യമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളും ഓർക്കുക, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എനിക്ക് ലഭിച്ച കുടുംബം, എൻ്റെ ഈ ജീവിതം, എനിക്കുണ്ടായതെല്ലാം അവിടുത്തെ ദാനം മാത്രമാണ്. അവൻ എന്നെ വഴി നടത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സാധിച്ചത്. നന്ദിയോടെ ഈശോയുടെ മുൻപിൽ നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. അവൻ്റെ മഹത്വത്തെ നമുക്കൊന്ന് ചേർന്നൊന്ന് പാടി വാഴ്ത്താം. കർത്താവേ, അങ്ങ് മാത്രം എനിക്ക് മതി. അവിടുത്തെ കരം ഞാൻ പിടിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തകർന്നു പോവുകയില്ല. ഞാനും എൻ്റെ കുടുംബവും എനിക്കുള്ള സകലരും ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുക. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ശാലോം ടെലിവിഷൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഈശോയെ ആരാധിക്കാനായിട്ട് എണീറ്റ് നിന്ന് പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ എല്ലാവരെയും കൂട്ടായ്മയിലേക്ക് ചേർക്കുക. ഭവനത്തിലുള്ളവരെ ഒന്നിച്ച് ചേരുക. ദൂരങ്ങളിലായിരിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചേർന്ന്, ദൈവമേ, ഞങ്ങൾ കുടുംബം ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുമെന്ന് പറയുക. എല്ലാം അവിടുത്തേതാണ്, അങ്ങ് നൽകിയതല്ലാതെ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഒരു ഗണമായി, ഒരു സമൂഹമായി, നമ്മൾ ഈ ലോകം മുഴുവനുമാണ് ഒന്നിക്കുന്നത്. ജനലക്ഷങ്ങളാണ് ഒന്നിച്ച് ഈശോയുടെ സന്നിധിയിൽ കരമുയർത്തി സ്തുതിക്കുന്നത്.
ആ ഒരു ബോധ്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് ഈ സങ്കീർത്തനങ്ങളുടെ ഗാനം ആലപിച്ച് ആനന്ദത്തോടെ പാടാം. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. കരമടിച്ച് ശക്തമായി കരമടിച്ച് കർത്താവേ, ഇന്നുവരെ എന്നെ വഴി നടത്തി അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പുഞ്ചിരിച്ച് ആനന്ദത്തോടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ഓർത്തു നോക്കുക, വളർന്നു വന്ന വഴികളിലെല്ലാം എത്രമാത്രം അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഏതെല്ലാം രോഗാവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അനേകർ ഈ ഭൂമി വിട്ട് യാത്രയായിട്ടുണ്ട്. എന്നാൽ ഇന്നും ഇവിടെ ആയിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ അവിടുന്ന് നമ്മെ യോഗ്യരാക്കിയെങ്കിൽ എത്രമാത്രം വലിയ കരുണയാണ് നമ്മളോട് ചൊരിഞ്ഞത്. അതേ പ്രിയമുള്ളവരെ, ഈ കരുണയുടെ വർഷത്തിൽ അവന്റെ കരുണയെ ഒന്ന് ഓർത്തു നോക്കുക. ഓ കരുണാമയനായ എൻ്റെ ഈശോയെ, നിന്റെ വലിയ കരുണയെ ഓർക്കുന്നു. അവിടുന്ന് എന്നെ കരുതുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകുന്നു. എന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാകുന്ന അവിടുന്ന്, എന്നെ വഴി നടത്തുന്ന ദൈവമാകുന്ന അവിടുന്ന്, എൻ്റെ ജീവിതത്തിൽ ഈശോയെ അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് വർണ്ണിക്കാനാകുമോ? നമുക്ക് കരമടി ആനന്ദത്തോടെ ചേർന്ന് പാടാം. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. കരങ്ങൾ ഉയർത്തി തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഏറ്റുപാടാം. ഞാനും എൻ കുടുംബവുമോ ഒന്നു ചേർന്ന് യേശുവെ ആരാധിക്കും. യേശുവേ, തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. കർത്താവേ, അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഒന്ന് ചലിച്ച് ഇടത്തോട്ടും വലത്തോട്ടും കരകടിച്ച് പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ഈശോയേ, അത്യുന്നതന്റെ മറവിങ്കൽ ഹല്ലേലൂയ. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി, പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. സങ്കീർത്തനം 91:11 നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ഈശോ നമ്മുടെ മുൻപിലുണ്ട്. അന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ അറിഞ്ഞപ്പോൾ അവൻ മുൻപേ പോകുന്നു. ഒരു സ്നേഹനിധിയായ ദാതൻ, അതേ വെട്ടം വേണ്ടെടുത്ത് വെട്ടമായി, തണൽ വേണ്ടെടുത്ത് തണലായി ആ ദൈവം നമ്മുടെ മുൻപേ പോയി. അവർ വാഗ്ദാന ദേശത്തെത്തി.
ഈ ജീവിതയാത്രയില്, ഒരു ക്രൈസ്തവന്റെ ജീവിതയാത്രയില് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, ആരൊക്കെ തോക്കും വടിവാളുമായി നമ്മുടെ പിന്നെ വന്നാലും നമ്മൾ നോക്കുന്ന കുരിശിലേക്കാണ്. ഈശോയാണ് മാതൃക. അവൻ നമ്മുടെ മുൻപിൽ കുരിശൻ ചുമന്ന് പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ തളരെയല്ല. വിശ്വാസികളുടെ രക്തം വീണ് കുതിർന്ന മണ്ണില് തിരുസഭ തളർച്ചു വളർന്നുവെങ്കിൽ ഇനിയും നമ്മൾ മരിക്കും. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ മരിക്കും. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരമടിക്കാം. യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. ആയുസ്സും ആരോഗ്യവും എൻ ദൈവം എനിക്കു തരും. ആയുസ്സും ആരോഗ്യവും എൻ ദൈവം എനിക്കു തരും. കരങ്ങൾ ഉയർത്തി. ദൂതന്മാർ മുന്നമേ പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യമുണ്ടോ? ദൂതന്മാർ മുന്നമേ പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യമുണ്ടോ? അത്യുന്നതന്റെ മറവിങ്കൽ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി. നിഴലിൻ കീഴിൽ ഹൃദയമുയർത്തി ആ ദൈവത്തെ ഒന്ന് വിളിച്ച് ഹല്ലേലൂയ പാടി ഈശോയെ നന്ദി എന്ന് പറയാം. ഓ പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ മുഴുവൻ എല്ലാ വ്യക്തികളുടെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് സ്വർഗം മുട്ട ഉയർന്ന് എന്റെ ഹൃദയമുയർത്തി കണ്ണുകൾ അടച്ച് അതരത്തെ വിട്ടുകൊടുത്ത് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് നന്ദി, അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് നന്ദി. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. ഈശോയുടെ മുൻപിൽ സ്വരമുയർന്ന് ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. ഓ പിതാവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ വ്യക്തികളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളെല്ലാം ഈശോയുടെ പക്കലേക്ക് കൊടുക്കുക. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതാണ് ഈ കുടുംബം, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതാണ് ഈ ജീവിതം. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ഈ കുടുംബവും മുഴുവൻ അവിടുത്തേതാണ്. ഞങ്ങളൊന്ന് ചേർന്ന് ഒരു കുടുംബം, ഒരു സമൂഹം ഞങ്ങളങ്ങേ ആരാധിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവേ ആരാധിക്കും. ഹൃദയത്തിൽ നിന്ന് പറയാം. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഈശോയെ, ഞാനും എൻ കുടുംബവുമോ യേശുവേ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.